ഏത് സമയവും പൊട്ടിത്തെറിക്കാവുന്ന രീതിയിലാണ് കേരളത്തിലെ പല കുടുംബങ്ങളിലെയും അവസ്ഥ. പരസ്പര സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദമ്പതികൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നത് അപകടകരമാണ്. കണ്ണൂർ ഇരിട്ടിയിലെ ഒരു വീട്ടിൽ നടന്ന ഇരട്ട കൊലപാതകം വഴിവിട്ട സൗഹൃദത്തിന്റെ പേരിലാണ്. 6 മാസം മുൻപ് സെൽമ എന്ന യുവതി ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഒരു സുഹൃത്തിനൊപ്പം നാടുവിട്ടിരുന്നു. പിന്നീട് വീട്ടുകാർ ഇടപെട്ട് ഭർത്താവ് ഷാഹുൽ ഹമീദിനെയും സൽമയെയും വീണ്ടും ഒന്നിപ്പിച്ചു. തുടർന്ന് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ പതിവായി. ഒടുവിലത് ഇരട്ട കൊലപാതകത്തിലാണ് കലാശിച്ചത്. ഭാര്യയെയും ഭാര്യ മാതാവിനെയും കൊലപ്പെടുത്തിയ കേസിൽ ഷാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരിട്ടി കാക്കയങ്ങാട് വിളക്കോണിലാണ് കുടുംബ വഴക്കിനെ തുടർന്ന് യുവാവ് ഭാര്യയെയും ഭാര്യമാതാവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. 53-കാരിയായ അലീമ, മകൾ 30-കാരിയായ സെൽമ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ സെൽമയുടെ 12 വയസ്സുകാരനായ മകൻ ഫഹദിനും പരിക്കേറ്റു. സെൽമയുടെ ഭർത്താവ് ഷാഹുലാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിനിടെ ഇയാൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ബഹളം കേട്ടെത്തിയ അയൽവാസികൾ ഇവരെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും സെൽമയുടെയും അലീമയുടെയും ജീവൻ രക്ഷിക്കാനായില്ല. മകൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കുടുംബവഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഷാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 6 മാസം മുൻപ് സെൽമ സുഹൃത്തിനൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് പിന്നാലെയാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. തുടർന്ന് വീട്ടുകാരുടെ മധ്യസ്ഥതയിൽ സെൽമയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുഹൃത്തിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇരുവരും ഒന്നിച്ച് താമസിക്കുന്നതിനിടെയാണ് വീണ്ടും പ്രശ്നമുണ്ടായതും ഇരട്ട കൊലപാതകം നടന്നതും. മൃതദേഹം പേരാവൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇരിട്ടി ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. കണ്ണൂരിൽ നിന്നും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. കൊലപാതക വിവരമറിഞ്ഞ് 100 കണക്കിന് ആളുകളാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്. ന്യൂസ് 18 ഇരിട്ടി.